ഇമാം അബൂദാവൂദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ സല്ല അഹദുക്കും ഫൽയുസല്ലി ഇലാ സുത്രത്തിൻ വൽയദ്നു മിൻഹാ. നിങ്ങളിൽ ആരെങ്കിലും നമസ്കരിക്കുകയാണെങ്കിൽ ഒരു സുത്രയിലേക്ക്, ഒരു മറയിലേക്ക് അവർ നമസ്കരിക്കട്ടെ. വൽയദ്നു മിൻഹാ, എന്നിട്ട് അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ഇവിടെ സുത്ര എന്ന് പറയുമ്പോൾ ഒരു മറ ഉണ്ടാകണം. അത് തൂണാവാം, ചുമരാകാം, അതേപോലെയുള്ള എന്തുമാകാം. അല്ലെങ്കിൽ നമ്മൾ തന്നെ പ്രത്യേകം വെക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 1 മുഴമെങ്കിലും നീളമുള്ള വല്ല വടിയോ അതേപോലെയുള്ള മരക്കഷ്ണമോ കല്ലോ അങ്ങനെ എന്തുമാകാം. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ നമസ്കരിക്കുമ്പോൾ ഒരു സുത്രയിലേക്ക് നമസ്കരിക്കുകയും അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞതിൽ നിന്ന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കാം. എന്നാൽ അത് നിർബന്ധമല്ല എന്ന് കാണിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിൽ വെച്ച് നമസ്കരിച്ചപ്പോൾ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം കണ്ടു യുസല്ലി ബിമിനൻ ഇലാ ഗൈരി ജിദാരിൻ, മുന്നിൽ ഒരു ചുമരില്ലാതെ, ഒരു മറയില്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ നമസ്കരിക്കുന്നത് കണ്ടു. അപ്പോൾ മറയില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അത് ഉപേക്ഷിക്കുമായിരുന്നില്ല. അപ്പോൾ നിർബന്ധമല്ല എന്ന് മനസ്സിലായി. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടാവുന്നത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്ന് നേരത്തെ പറഞ്ഞ ഹദീസ് കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അബൂദാവൂദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അംർ ബിൻ ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി, അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫസല്ല ഇലാ ജിദാരിൻ ഫത്തഖദഹു ഖിബ്ലതൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചുമരിന് നേരെ തിരിഞ്ഞുകൊണ്ട് നമസ്കരിച്ചു. ഖിബ്ലയുടെ നേരെയാണ്, പക്ഷേ മുന്നിൽ ഒരു ചുമരുണ്ട്, ഒരു സുത്രയുണ്ട്. വനഹ്നു ഖൽഫഹു ഫജാഅത് ബഹ്മത്തുൻ തമുറു ബൈന യദൈ, അങ്ങനെ നമസ്കരിച്ചുകൊണ്ടിരിക്കെ ചെറിയ ആട്ടിൻ കുട്ടികളുടെ ഒരു കൂട്ടം നബിയുടെ മുന്നിലൂടെ വരികയുണ്ടായി. അങ്ങനെ അത് പ്രവാചകനെ മുറിച്ചു കടക്കുമെന്ന് തോന്നിയപ്പോൾ ഫമാ സാല യുദാരിഉഹ ഹത്താ ലസിഖ ബത്നുഹു ബിൽ ജിദാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആട്ടിൻകുട്ടികൾ മുന്നിലൂടെ കടക്കാതിരിക്കാൻ വേണ്ടി അവയെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് നീങ്ങി അവസാനം പ്രവാചകൻ്റെ വയറ് ബത്തിന് ചുമരിലേക്ക് ചേർത്ത് വെച്ചു. അവർ പിറകിലൂടെ പോയിക്കോട്ടെ, എന്നാലും മുന്നിലൂടെ പോകാൻ സമ്മതിക്കുകയില്ല എന്ന അർത്ഥത്തിൽ. വമറത് മിൻ വറാഇഹി, അങ്ങനെ ആ ആട്ടിൻകുട്ടി അല്ലെങ്കിൽ ആ ആടുകളുടെ കൂട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിലൂടെ കടക്കുകയുണ്ടായി. മുന്നിലൂടെ കടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിലക്കും സമ്മതിച്ചില്ല. അപ്പോൾ അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് മുന്നിൽ ഒരു സുത്രയുണ്ടായിരിക്കുക, അതിൻ്റെ മുന്നിലൂടെ ആരും കടന്നു പോകുന്നത് സമ്മതിക്കാതിരിക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് വളരെ ഗൗരവമേറിയ സുന്നത്ത് എന്ന് പറയാം. എന്നാൽ നിർബന്ധമല്ല. സുത്രയില്ലാതെ ഒരാൾ നമസ്കരിച്ചാലും അയാളുടെ നമസ്കാരം സ്വഹീഹാണ്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് എത്ര അകലത്തിലാണ് അത് വേണ്ടത് എന്ന്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇദാ ദഖലൽ കഅബത മശ, കഅബയിൽ വന്നാൽ അദ്ദേഹം ഒരു ചുമരിൻ്റെ അടുക്കലേക്ക് നടക്കും. അങ്ങനെ ഹത്താ യകൂന ബൈനഹു വ ബൈനൽ ജിദാരി അല്ലദീ ഖിബല വജ്ഹിഹി ഖരീബൻ മിൻ സലാസതി അദ്റുഇൻ, ഏകദേശം 3 മുഴം നീളം ചുമരുമായി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അകലം ചുമരുമായി ഉണ്ടാകുമ്പോൾ അവിടെ വെച്ച് അദ്ദേഹം നമസ്കരിക്കും. അപ്പോൾ 3 മുഴമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഏകദേശം ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ ഈ 3 അടി, 3 മുഴം എന്ന് പറഞ്ഞാൽ 3 അടി, ഈ 3 അടി സ്ഥലം മതി. ഇനി ഒരാൾ സുത്ര വെച്ചിട്ടില്ലെങ്കിൽ പോലും അയാൾക്ക് സുജൂദ് ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അപ്പുറത്തുകൂടി മറ്റുള്ളവർ നടന്നുപോയാൽ യാതൊരു കുഴപ്പവുമില്ല, അയാൾക്ക് അവരെ തടയാൻ അനുവാദമില്ല. മറിച്ച് ഈ 3 അടിയുടെ ഉള്ളിലായി തനിക്ക് സുജൂദ് ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ ഉള്ളിലൂടെ നടന്നു പോയാലേ അയാൾക്ക് തടുക്കാൻ അനുവാദമുള്ളൂ. അതിൻ്റെ അപ്പുറത്തുകൂടി മറ്റുള്ളവർക്ക് നടന്നു പോവുകയും ചെയ്യാം, അവരെ തടുക്കാനും പാടില്ല. ചില ആളുകൾ ഒരാൾ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ സുത്രയില്ലെങ്കിൽ എത്ര ദൂരത്തുകൂടിയും മറിച്ച് കടക്കാൻ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. മറിച്ച് ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അപ്പുറത്തുകൂടി മുറിച്ച് കടക്കുന്നതിൽ വിരോധമില്ല. ഇനി ഈ 3 അടിക്കുള്ളിലൂടെ സുജൂദ് ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിനുള്ളിലൂടെ ആരെങ്കിലും നടക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇദാ സല്ല അഹദുക്കും ഇലാ ഷൈഇൻ യസ്തുറുഹു മിനൻ നാസി ഫഅറാദ അഹദുൻ അൻ യജ്താസ ബൈന യദൈഹി ഫലിയദ്ഫഉഹു, നിങ്ങൾ ആരെങ്കിലും ഒരു സുത്ര വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ ആരെങ്കിലും മുറിച്ച് കടക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ അയാളെ ബ്ലോക്ക് ചെയ്യണം, അയാളെ തടയണം. ഫഇൻ അബ, തടഞ്ഞിട്ടും അയാൾ വിസമ്മതിച്ച് മുറിച്ചു കടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഫലിയുഖാതിൽഹു, അവനോട് സമരം ചെയ്യണം എന്ന് പറഞ്ഞാൽ ശക്തമായി അവനെ അവിടെ നിന്ന് തടയണം. കാരണം ഫഇന്നമാ ഹുവ ശൈത്താനും, അവനൊരു ശൈത്താനാണ് എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. നമസ്കരിക്കുന്ന ആളുടെ തൊട്ട് മുന്നിലൂടെ നടക്കുക, തടഞ്ഞിട്ടും അത് വകവെക്കാതെ മുറിച്ചു കടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ശൈത്താൻ്റെ പണിയാണ്. അതുകൊണ്ട് തന്നെ ഫഇന്നമാ ഹുവ ശൈത്താനും, അവൻ ശൈത്താനാണ്, അവനോട് സമരം ചെയ്യണമെന്നാണ്. അപ്പോൾ അത്രയും ഗൗരവമുള്ള വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, നമസ്കരിക്കാൻ വേണ്ടി നമ്മളൊരു സുത്ര വെച്ചു, ആ സുത്രയുടെ ഉള്ളിലൂടെ 3 വിഭാഗം ആളുകൾ കടന്നാൽ അത് ആ വ്യക്തിയുടെ നമസ്കാരത്തെ മുറിച്ചു കളയും എന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഒന്ന് അൽ ഹിമാറു, ഒന്ന് കഴുതയാണ്, മറ്റൊന്ന് വൽ മർഅത്തു,
ഒരു സ്ത്രീ നമസ്കരിക്കുന്ന ആളുടെ മുന്നിലൂടെ നടന്നു പോയാൽ. മൂന്നാമത്തത് വൽ കൽബുൽ അസ്വദു, കറുത്ത നായ. അപ്പോൾ കറുത്ത നായ, അതേപോലെ തന്നെ കഴുത, അതേപോലെ തന്നെ സ്ത്രീ, ഇവർ നമസ്കരിക്കുന്ന ആളുടെ സുജൂദിൻ്റെ പരിധിക്കുള്ളിലൂടെ നടന്നാൽ ആ നമസ്കാരത്തെ മുറിച്ച് കളയും എന്നാണ്. ആ നമസ്കാരം മാറ്റി നിർവഹിക്കണം എന്നർത്ഥം.